ഹലോ. ചില സമയങ്ങളിലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇഷ്ടത്തോടു കൂടി എഴുന്നേറ്റ് ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യുന്നതായിരിക്കും. ഒന്നാമത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉച്ചക്കത്തെയും രാവിലത്തെയും ആമിയുടെ സ്നാക്സും ലഞ്ച് ബോക്സും അതൊക്കെ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അയ്യോ രാവിലെ ആയി എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വെറും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടാക്കേണ്ടു. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. മുന്നേ ജോലിക്കൊന്നും പോകാത്ത സമയത്ത് പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും കുക്കിങ്ങിന് ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ വ്യക്തമായ ധാരണയോട് കൂടിയാണ് ഓരോ രാവിലെ എഴുന്നേൽക്കുന്നത്. ഇന്നത് ഉണ്ടാക്കാം, ഇന്നത് കൊടുത്തയക്കണം, ഇത്ര സമയത്ത് ജോലിക്ക് പോകണം, ഇത്ര സമയത്ത് മാറ്റണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക ധാരണയോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഓൺ ബിസിനസ് ആയതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് പോയാൽ മതിയല്ലോ എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് പോയാൽ മാത്രമാണ് നമ്മളെ സ്റ്റാഫും അതൊക്കെ കണ്ട് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഓൺ ബിസിനസ് ആകുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാതെ ഒന്നും വിജയിക്കില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങുമ്പോൾ വിചാരിക്കും നമ്മൾ ഫസ്റ്റ് ഓൺ ബിസിനസ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ ആരുടെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വിചാരിക്കും ഓൺ ബിസിനസ് ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്. പക്ഷെ നമ്മൾ തലതിരിച്ചിട്ടാണ് കേട്ടോ വിചാരിക്കുന്നത്. ഓഹോ, സത്യം പറഞ്ഞാൽ സാലറി വരും, സ്റ്റാഫിന് സാലറി കൊടുക്കണം, അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു, എല്ലാത്തിനും പരാതിയൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇതിലും ഭേദം വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് മന്ത്ലി സാലറി വാങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെ ദോശയും പിന്നെ ഞാൻ കുറച്ച് 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വേറെ എന്തോ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മഷ്റൂം മസാല അങ്ങനെ എന്തോ ആണ്. അതുണ്ടാക്കി ഇതാ ലക്കിയുടെ മുട്ടയാണ് കേട്ടോ ഞാൻ ബോയിൽ ചെയ്യുന്നത്. ലക്കിക്ക് വേണ്ട മുട്ടയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് ലഞ്ചും കാര്യങ്ങളൊന്നും അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പണി എളുപ്പമായിരുന്നു. കുറച്ച് ബാൽക്കണിയിലൊക്കെ പോയി നിൽക്കാൻ പറ്റി, ലക്കീനോട് കുറച്ച് സമയം കളിക്കാൻ പറ്റി, ആമീൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റി. അതൊക്കെ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.